യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി മാതാ അമൃതാനന്ദമയി ദേവി ഇറ്റലിയിലെ മിലാനിനടുത്തുള്ള പിയാസെൻസയിലെത്തി. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടന്ന 3 ദിവസത്തെ പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണങ്ങളുടെ ഭാഗമായി ഇറ്റലിയിലെ റോമട്രെ യൂണിവേഴ്സിറ്റിയുമായും ഭൂജല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പെറുജിയയുമായും അമൃത വിശ്വവിദ്യാപീഠം ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നും ഇറ്റലിയിലെ മിലാനിനടുത്തുള്ള പിയാസെൻസയിലെത്തിയ അമ്മയ്ക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ഒരുക്കിയത്. ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി. പിയാസെൻസ മേയർ കാറ്റിയ തരാസ്കോണി പൗരസമൂഹത്തിനു വേണ്ടി അമ്മയെ ഊഷ്മളമായി സ്വീകരിച്ചു. നടിയും ഗായികയുമായ റോമിന പവർ, അമ്മാസ്വേ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായികയും ഇറ്റാലിയൻ സംരംഭകയുമായ അന്ന ആഗ്നെല്ലി, റോമാട്രെ യൂണിവേഴ്സിറ്റി ആർക്കിടെക്ചർ വിഭാഗം മേധാവി പ്രൊഫസർ ജിയോവാനി ഫോർമിക് എന്നിവരും അമ്മയെ ഹാരമണിയിച്ചു. അമ്മയെ പിയാസെൻസയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പിയാസെൻസ മേയർ, അക്രമങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് സമാധാനം, കാരുണ്യം എന്നിവയെക്കുറിച്ചുള്ള അമ്മയുടെ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് പ്രതികരിച്ചു. Per dare il benvenuto a Piacenza, ad Amma e a tutte e a tutti voi in un momento nel mondo in cui c'è tanta violenza e tanta cattiveria. Credo che il messaggio di Amma sia il messaggio più importante di tutti. Quindi grazie davvero. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച നടിയും ഗായികയുമായ റോമിന പവർ, അമ്മ ആനന്ദമാണ്, അമ്മയുടെ ആലിംഗനം സന്തോഷം പകരുന്നു എന്നർത്ഥം വരുന്ന പാട്ട് പാടിയപ്പോൾ സദസ്സും അതോടൊപ്പം ചേർന്നു. അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണങ്ങളുടെ ഭാഗമായി ഇറ്റലിയിലെ റോമാട്രെ യൂണിവേഴ്സിറ്റിയുമായും ഭൂജല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നാഷണൽ റിസർച്ച് കൗൺസിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പെറുജിയയുമായും അമൃത വിശ്വവിദ്യാപീഠം ധാരണാപത്രം ഒപ്പുവെച്ചു. അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ അമ്മയുടെ സാന്നിധ്യത്തിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. 3 ദിവസങ്ങളിലായി നടന്ന ധ്യാനം, ഭജന, ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥന എന്നിവയിൽ ആയിരക്കണക്കിന് പേർ പങ്കുചേർന്നു. ദർശനത്തിനെത്തിയ ഓരോരുത്തരെയും അമ്മ സ്നേഹപൂർവ്വം ആലിംഗനാനുഗ്രഹം നൽകി. ജർമ്മനിയിലാണ് അമ്മയുടെ അടുത്ത പരിപാടി. ന്യൂസ് ഡെസ്ക് ജനം.